സമ്പദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് നമ്മള് രാമായണ സമർപ്പണത്തോട് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് നമുക്ക് പട്ടാഭിഷേകം, ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം അതിമഹത്തായ കഥയാണ് വർണ്ണിക്കാനുള്ളത്. അങ്ങനെ അവര് രാജധാനിയിൽ പ്രവേശിച്ചു. ഉടനെ തന്നെ അയോധ്യയുടെ ചക്രവർത്തി രാമനെ കിരീടധാരണം ചെയ്യിക്കാണ്ട തീയതി കുലഗുരു പ്രഖ്യാപിച്ചു വസിഷ്ഠൻ. ഈ മഹാസംഭവത്തിന് തീയതി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നോ അദ്ദേഹം പറയുന്നു. കിരീടധാരണ കർമ്മം പൂർത്തിയാക്കുന്നതിനായി വേദങ്ങൾ ആധികാരികമായി ആജ്ഞാപിക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി അദ്ദേഹം എല്ലാ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ക്ഷണിച്ചു. അവർ വസിഷ്ഠന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചു. കാരണം അവർ പറഞ്ഞു, ഇപ്രകാരം ആഘോഷിക്കപ്പെടുന്ന ഒരു കിരീടധാരണം എല്ലാ മനുഷ്യർക്കും ശാന്തിയും ക്ഷേമവും പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് ആ മുഹൂർത്തം തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നു. വസിഷ്ഠൻ സുമന്ത്രരെ ഇപ്രകാരം അറിയിച്ചു. രാമന്റെ പട്ടാഭിഷേകം ആഘോഷിക്കാൻ എല്ലാ സൈന്യ വിഭാഗങ്ങളെയും ഒരുക്കി നിർത്തുക. പോരാതെ കുതിരപ്പട, ആനപ്പട, രഥങ്ങള്, കാലാൾപ്പട ഇവയെല്ലാം നഗരത്തിൽ നിർത്തണം, ഒരുക്കി നിർത്തണം എല്ലാം. ഈ വാക്കുകൾ സുമന്ത്രരെ വളരെ സന്തോഷിപ്പിച്ചു. പാപം മുമ്പേക്ക് 14 വർഷം മുമ്പേ ഇങ്ങനൊക്കെ പറഞ്ഞതായിരുന്നു. അദ്ദേഹം സൈന്യത്തിന്റെ സമ്പൂർണമായ സാന്നിധ്യത്തിനായി ആജ്ഞ പുറപ്പെടുവിച്ചു. ആനകള്, കുതിരകള്, രഥങ്ങള് എന്നിവയിൽ സന്ദർഭത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് അലങ്കരിച്ച് നഗര കവാടത്തിനപ്പുറത്ത് തിങ്ങി ഞെരുങ്ങി അണിനിരത്തി. മുട്ടി ലേശം സൂചി പോവാൻ ഇനിയിടയില്ല. അങ്ങനെ അത്രമാത്രം വിപുലമാണ് അർത്ഥം. കുതിരപ്പടയാളികളും കാലാൾ വിഭാഗവും വർണ്ണോജ്വലമായ വേഷവിധാനങ്ങളോടുകൂടി ആഘോഷത്തിന് നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങി നിന്നു. എല്ലാവർക്കും സന്തോഷത്തിന്റെ തിരയടിക്കുകയാണ്. സന്തോഷത്തിന്റെ തിരയടി. അഭിഷേകത്തിനാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി ദൂതന്മാരെ നാനാഭാഗങ്ങളിലേക്കും അയച്ചു. നഗരം മുഴുവനും ആനന്ദത്താൽ ആവേശം കൊണ്ട് മുമ്പേ ഉണ്ടായ അതേപോലെ. പക്ഷെ അത് വേറൊരു തരത്തിലായി കലാശിച്ചു. ഇതങ്ങനെയല്ല. തങ്ങളുടെ മന്ദിരങ്ങളും തെരുവീഥികളും അലങ്കരിക്കുന്ന പൗരന്മാർ മത്സരിച്ചു. ഒരാൾ അവരവരെ വീട് വരെ ഗംഭീരാക്കി മത്സരിച്ചു വെച്ചിട്ടുണ്ട്, ഒരുക്കി നിർത്തിയിട്ടുണ്ട്. നഗരത്തിന്റെ ഭംഗി നുകരുന്നതിന് തങ്ങളുടെ 2 കണ്ണുകൾ മതിയാവുകയില്ലെന്ന് ജനങ്ങൾക്ക് തോന്നി. എനിക്കിത്ര ഈ 2 കണ്ണുണ്ടല്ലേ ഇപ്പൊ കാണാൻ പറ്റുന്നുള്ളൂ എന്നാണ് ഒരാളുടെ വിചാരം. തന്നെ അനുഗമിച്ചിരുന്നവരുടെ ഏതാൾ സുഗ്രീവൻ, വിഭീഷണൻ, അംഗദൻ, നീലൻ, നളൻ തുടങ്ങിയവരുടെ കാര്യത്തില് രാമൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇത്രമാത്രമല്ല, കിഷ്കിന്ധയിലെ വാനര സൈന്യം മുഴുവനും വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവരെ സസുഖം വസിപ്പിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കണമെന്ന് രാമൻ ആജ്ഞാപിച്ചു. അതിനനുസരിച്ച് അതിഥികളുടെ സുഖ സൗകര്യങ്ങൾക്കുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കുന്നതിന് രാജധാനിയിൽ പരിചാരകന്മാർ തിരക്കിട്ട് ശ്രമിച്ചു. ഇങ്ങോട്ടും ഓട്ടം തന്നെ. രാമൻ ഭരതനെ വിളിച്ച് വർഷങ്ങളായി ശ്രദ്ധിക്കപ്പെടാത്ത നിലയിലിട്ടിരുന്ന ഭരതന്റെ കേശം സ്വഹസ്തങ്ങളാൽ തന്നെ കോതി മിനുക്കി. ഇങ്ങനെയാണ് ഭരതൻ സ്നാനം ചെയ്തപ്പോൾ 3 സഹോദരന്മാരും പുണ്യജലം ഒഴിച്ചു കൊടുത്തു. തന്റെ ജട പിടിച്ച തലമുടിയുടെ ജട വേർപെടുത്തുന്നതിനും സ്നാനം ചെയ്യുന്നതിനും വസിഷ്ഠന്റെ നിർദ്ദേശം ലഭിച്ചിരുന്നു. വസിഷ്ഠൻ പറഞ്ഞു, ഭരതകുമാരാ, തലമുടിയൊക്കെ സുന്ദരമാക്കണം. ഇതിനിടയിൽ രാജമാതാക്കൾ സീതയെ സ്നാനം ചെയ്യിച്ചു. അവരുടെ ജട പിടിച്ച കേശം സൂക്ഷ്മതയോടെ വേർപെടുത്തി ഓതി മിനുക്കി മഞ്ഞപ്പട്ട് ധരിപ്പിച്ചു. ധാരാളം ആഭരണങ്ങളും അണിയിച്ചു. സീത ലക്ഷ്മീ ദേവിയെ പോലെ ശോഭിച്ചു. സീത രാമന് സമീപം ചെന്ന് വാമഭാഗത്തിരുന്നു. രാമനും സീതയും ഒന്നിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ 3 അമ്മമാരും പരമാനന്ദം അനുഭവിച്ചു എന്നേ പറയണ്ടു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ദിവസം ഇന്നാണ്.
ഇന്ന് നമ്മുടെ ജീവിതം സാഫല്യമടഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിഷ്ടം സാധിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ കണ്ണുകൾ അവയുടെ ആവശ്യം സാക്ഷാത്കരിച്ചിരിക്കുന്നു. എന്നാണ് നമ്മുടെ കണ്ണായതെന്നാ പറയുന്നത്. കാണേണ്ടുന്ന കാഴ്ച കണ്ടാലേ കണ്ണ് കണ്ണാവുള്ളൂ, കേൾക്കേണ്ടുന്നത് കേട്ടാലേ കാത് കാതാവുള്ളൂ. രാമനെയും സീതയെയും വീക്ഷിച്ചുകൊണ്ട് രാമനെ ഭഗവാൻ നാരായണനായും സീതയെ മഹാലക്ഷ്മിയെയും മനസ്സിലാക്കിയവർ തങ്ങളെപ്പറ്റിയും തങ്ങളുടെ പരിസരങ്ങളെ പറ്റിയും മറന്നുപോയി. ഈ അമ്മമാരിൽ എല്ലാം മറന്നുപോയി. രാമന്റെ മുഖത്ത് പ്രകടമായിരുന്ന ജ്യോതിഷു വസിഷ്ഠമഹർഷിയുടെ വികാരങ്ങളെ സ്പർശിച്ചിരുന്നു. അദ്ദേഹത്തിന് ദൂരം പറയാനാവില്ല, അത്രക്കും. രാമസ്വരൂപത്തിന്റെ ദിവ്യമായ ദീപ്തിപൂരം കണ്ട അദ്ദേഹത്തിന് അതിലിട്ട് ആനന്ദമുണ്ടായി. ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന ലക്ഷ്യം എനിക്കിന്ന് സാധിച്ചിരിക്കുന്നു എന്ന് വസിഷ്ഠ മഹർഷി പറയുകയാണ്. അദ്ദേഹം ആ ആനന്ദത്തെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് പരമാനന്ദപൂർണ്ണം നിശബ്ദനുമായി തീർന്നു. ഈ എല്ലാം ത്യജിച്ച എല്ലാം വെടിഞ്ഞ അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠ മഹർഷി അദ്ദേഹം പരിചാരകന്മാരെ വിളിച്ച അഭിഷേകശാലയിൽ മഹാസിംഹാസനം കൊണ്ടുവന്ന് വെക്കാൻ നിർദ്ദേശം നൽകി. സൂര്യനെ പോലെ ഉജ്ജ്വലമായി പ്രകാശിച്ചുകൊണ്ടിരുന്ന വിവിധങ്ങളായ രത്നക്കല്ലുകൾ പതിച്ചതായിരുന്നു ആ സിംഹാസനം. രാമൻ വസിഷ്ഠന്റെയും മറ്റു മന്ത്രിമാരുടെയും മുമ്പാകെ നമസ്കരിച്ചു. രാജമാതാക്കളുടെ പാദങ്ങളിലും പ്രണമിച്ചു. ഗുരുജനങ്ങളും പൊതുജനങ്ങളും ഉൾക്കൊണ്ട മഹാസദസ്സിന് മുമ്പാകെയും അവിടുന്ന് നമസ്കരിച്ച് സീതയാൽ അനുഗതനായി സിംഹാസനാരോഹണം ചെയ്തു. കണ്ടോ, ആ ഒരു എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. ഗാംഭീര്യവും പ്രഭാവവും പറ്റുന്ന ഈ അതുല്യമായ ദർശനത്തിൽ ആ മഹാസദസ് അത്യാഹ്ലാദം അനുഭവിച്ചു. മഹർഷിമാര്, ഗുരുജനങ്ങള്, പൗരമുഖ്യന്മാർ, പുണ്യാത്മാക്കളായ ഗുണകാംക്ഷികൾ ഇവരുടെ എല്ലാം ഹൃദയം കൃതജ്ഞത കൊണ്ടും ആനന്ദം കൊണ്ടും നിറഞ്ഞിരുന്നു. ബ്രാഹ്മണർ സന്ദർഭത്തിന് അനുഗുണമായ വേദമന്ത്രങ്ങൾ ചൊല്ലി. പമ്പിച്ച ജനാവലി ആകാശം പൊട്ടി വീണേക്കുമോ എന്ന് ഭയപ്പെടേണ്ട നിലയിൽ അത്യുച്ചത്തില് ഇടക്കിടയെ ജയശബ്ദങ്ങൾ ഉദ്ഘോഷിച്ചു. ആകാശം പൊട്ടി പോവോന്ന് പേരുമുണ്ട്, പേടി, അത്രയും ഒച്ച. അത് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 7-ാം ദിവസമായിരുന്നു ഇത് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടന്നത്. സദസ്സിന്റെ സമ്മതത്തോടുകൂടിയും ബ്രാഹ്മണരുടെ അംഗീകാരത്തോടുകൂടിയും വസിഷ്ഠൻ ചക്രവർത്തിയുടെ അധികാരമുദ്ര രാമന്റെ നെറ്റിയിൽ ചുറ്റിക്കെട്ടി. കൗസല്യാദേവി ഇടക്കിടെ രാമനെ നോക്കി പരമാനന്ദം അനുഭവിച്ചു. ഭ്രാതാക്കന്മാരുടെ ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും, അതായത് അനിയന്മാരുടെ ആനന്ദത്തെ പറ്റി എന്തു പറയാനാണ്, അത് വാചാമഗോചരമായിരുന്നു. അവർ രാമന്റെ സേവകന്മാർ എന്ന നിലയിൽ വെഞ്ചാമരവും വെൺകൊറ്റക്കുടയും പിടിച്ചുകൊണ്ട് സിംഹാസനത്തിന്റെ പിന്നിൽ നിൽക്കുകയായിരുന്നു സഹോദരന്മാര്. വാസ്തവത്തിൽ അവരിന്ന് അനുഭവിക്കുന്ന പരമകാഷ്ഠയിലുള്ള പരമാനന്ദത്തിനായി ഈ വർഷങ്ങൾ അത്രയും തപസ് അനുഷ്ഠിക്കുകയായിരുന്നുവല്ലോ. ദേവന്മാർ ആകാശത്തിൽ വിജയവാദ്യം മുഴക്കി, സ്വർഗഗായകന്മാർ സ്തുതിഗീതങ്ങൾ പാടി, നർത്തകിമാർ ആനന്ദ നൃത്തം ചെയ്തു. വിഭീഷണൻ, സുഗ്രീവൻ, അങ്കദൻ, ഹനുമാൻ, ജാമ്പവാൻ, നളൻ, നീലൻ, ഋതിമുഖൻ, വിന്ദൻ, മൈന്ദൻ, ഈ വീരന്മാർ അമ്പും വില്ലും വാളും കുന്തവും മറ്റുള്ള ആയുധങ്ങളും ധരിച്ച് സിംഹാസനത്തിന് ഇരുവശങ്ങളിലും ഭക്തിയാദരങ്ങളോടുകൂടി നിലകൊണ്ടു. ഇതാണ് എല്ലാവരുടെയും സന്തോഷം പറഞ്ഞിരിക്കാൻ വയ്യ. സീതയോടൊപ്പമുള്ള ശ്രീരാമൻ ലക്ഷക്കണക്കിൽ മന്മഥന്മാർ ഒന്നായി ചേർന്നാലുള്ള സൗന്ദര്യം പ്രകടമാക്കി. എന്തൊരു സൗന്ദര്യം! രഘുവംശപ്രഭുവിന്റെ ദിവ്യ സൗഭാഗ്യത്തിൽ ദേവന്മാർ വശീകൃതരായി. കനകനൂലുകൾ ഇടചേർത്തു നെയ്തെടുത്ത പട്ടായിരുന്നു രാമൻ ധരിച്ചിരുന്നത്. അത്യുജ്വലമായി പ്രകാശിക്കുന്ന രത്നക്കല്ലുകൾ പതിച്ച കർണാഭരണങ്ങളും അവിടുന്ന് ധരിച്ചു. കണങ്കാലുകളിലും മണിബന്ധങ്ങളിലും അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ രാമന്റെ സർവ ആകർഷകമായ സൗന്ദര്യത്തിൽ നിന്നും ശോഭ ഉൾക്കൊണ്ട് തിളങ്ങി. രാമന്റെ സൗന്ദര്യം കൊണ്ട് ആഭരണങ്ങൾ തിളങ്ങി, ആഭരണങ്ങളുടെ സൗന്ദര്യം കൊണ്ട് രാമൻ തിളങ്ങിയതല്ല. ഈ സംഭവത്തിന്റെ ഉദാത്തതയിലും രാമന്റെ പ്രഭാവത്തിലും 3 ലോകങ്ങളും അമിതാഹ്ലാദമുണ്ട്. യഥാർത്ഥത്തിൽ ആ രംഗം വീക്ഷിച്ചിട്ടുള്ളവർ ജീവിക്കുന്നവരിൽ അതിഭാഗ്യവാന്മാരാണ്. സമുദ്രാധീശനായ വരുണൻ രാവണന് സംഭാവന ചെയ്തിരുന്ന കണ്ണഞ്ചിക്കുന്ന രത്നമാലയുമായി വിഭീഷണൻ വന്നു. വരുണൻ രാവണന് കൊടുത്തൊരു രത്നമാല സീത അത് സ്വീകരിച്ചു. അതുല്യമായ ഒരു രത്ന നൂല് പോലെ എല്ലാവർക്കും
തോന്നി അതിന്റെ അത്യുജ്വല കാന്തി ആ വിശാലമായ സദസ്സിൽ സർവത്ര പരന്നു. എന്നാൽ മാല കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ചോദ്യരൂപത്തിൽ രാമനെ നോക്കി, ഇതെന്ത് വേണം പ്രഭോ എന്നാണ്. ദേവിയുടെ മനോഗതം എന്താണെന്ന് രാമൻ അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സീതേ, ഇവിടെയുള്ളവരിൽ ഏറ്റവും നിന്റെ കാരുണ്യം അർഹിക്കുന്ന ആൾക്ക് നിനക്കിത് സമ്മാനമായി നൽകാം. രാമൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നെയാണത്. ഒരു നിമിഷ നേരം സീത ചിന്തിച്ചു. ഹനുമാനെ നോക്കി. ആ നോട്ടത്തിലെ കാരുണ്യം, ദയ എന്നിവ കണ്ട ഹനുമാൻ വിനയപൂർവ്വം സീതാ സമീപം ചെന്നു. ദേവി ആ മാല മാരുതിക്ക് നൽകി. അദ്ദേഹം അത് തിരിച്ചു മറിച്ചു നോക്കി. അതിന്റെ പ്രോജ്വലത സദസ്സിലെ സർവരെയും വശീകരിച്ചു. അടക്കാനാവാത്ത ജിജ്ഞാസയുടെ അതിന്റെ പ്രത്യേകത എന്തെന്നറിയാൻ ഹനുമാൻ ഓരോ രത്നവും പറിച്ചെടുത്ത് പല്ലിനടിയിൽ വെച്ച് കാതിനടുത്ത് വെച്ച് രാശാദ്യോതകമായ മുഖത്തോടു കൂടി മടുത്ത നെല്ല് വലിച്ചങ്ങെറിഞ്ഞു. അല്ല പിന്നെ പൊട്ടിച്ചിട്ട് രാമരാമാന്ന് കേൾക്കുന്നുണ്ടോ എന്നാണ് കാതിനടുത്ത് പിടിച്ചു നോക്കിയത്. ഈ പെരുമാറ്റം എല്ലാ കണ്ണുകളും അമ്പരപ്പോടു കൂടി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവർ സ്തബ്ധരായി നിന്നു. അതേ ഉദ്ധതമായ രീതിയിൽ അവസാനത്തെ രത്നവും കൈകാര്യം ചെയ്യുന്നത് വരെ ആരും തന്നെ തടസ്സപ്പെടുത്തുകയോ കുറ്റം പറയുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തില്ല. പരസ്പരം മന്ത്രിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനും അവർക്ക് കഴിഞ്ഞുള്ളൂ. അവർ പരസ്പരം എന്തൊന്നും കളിക്കുന്നത്, ഇങ്ങനെയുണ്ട് എത്ര നല്ല രത്നമാല കളയല് എന്നൊക്കെ അവര് പരസ്പരം പറയുന്നു. ഒറ്റ പറഞ്ഞില്ല. തീരെ ഏറ്റവും സ്നേഹത്തോടും കരുണാർദ്രതയോടും കൂടി സമ്മാനിച്ച ഈ രത്നമാല ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ഈ കുരങ്ങനാരി? ഇതായിരുന്നു എല്ലാവരുടെയും മനസ്സിലെ ചോദ്യം. താൻ കൊണ്ടുവന്നിരുന്ന വിലമതിക്കാനാവാത്ത ആഭരണം ഇത്ര ധിക്കാരത്തോടുകൂടി ഹനുമാൻ അപമാനിച്ചതിൽ വിഭീഷണനും ഖേദമുണ്ടായിരുന്നു. അവനത് വലിച്ചു പറിച്ച് കഷ്ണങ്ങളാക്കി രത്നങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അല്ല, അദ്ദേഹം തന്നെത്താൻ പറഞ്ഞു. ഈ അസാധാരണമായ പെരുമാറ്റത്തിന്റെ കാരണം സഭയിലുണ്ടായിരുന്ന ഓരോരുത്തരും താങ്കളുടെ സ്വന്തം രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. ഒടുവിൽ ഒരു സാമന്ത രാജാവിന് തന്നെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം എഴുന്നേറ്റിട്ട് തന്റെ വെറുപ്പ് ഇങ്ങനെ വെളിപ്പെടുത്തി. അതുല്യനായ വീര, താങ്കൾ എന്തിനാണ് ആ രത്നമാല ഇത്രയും കഷ്ണങ്ങളാക്കി പൊട്ടിച്ചത്? ആ ചെയ്തത് ശരിയാണോ? അതിന്റെ കാരണം ഞങ്ങളോട് പറയൂ. ഞങ്ങൾക്ക് അല്പം ആശ്വാസം നൽകി ഞങ്ങളുടെ സംശയങ്ങളെ ശമിപ്പിക്കുക എന്ന് പറഞ്ഞു. വാനരത്തിന്റെ കയ്യിൽ രത്നം കിട്ടിയ പോലെ. ഹനുമാൻ അദ്ദേഹം പറഞ്ഞത് ക്ഷമയോടെ കേട്ടു. എന്നിട്ട് മറുപടി പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാൻ ഓരോ രത്നവും പരിശോധിച്ചത് രാമന്റെ പവിത്ര നാമം അതിലുണ്ടോ എന്നറിയാനായിരുന്നു. രാമ രാമ രാമാന്ന് ആ രത്നക്കല്ല് മന്ത്രിക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു. എനിക്കൊരൊറ്റ രത്നത്തിലും രാമനാമം കാണാൻ കഴിഞ്ഞില്ല. രാമൻ എന്ന പേരില്ലെങ്കിൽ അവ രത്നക്കല്ലുകളല്ല, ചരൽക്കല്ലുകളാണ്. അതുകൊണ്ട് ഞാൻ വെയിലത്തേക്ക് വലിച്ചെറിഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. രാജാവ് വീണ്ടും ചോദിച്ചു, ഹനുമാൻ, ഓരോ സാധനത്തിലും അതിന്റെ തരിയിലും രാമന്റെ നാമം ഉണ്ടായിരിക്കണം എന്നതാണ് താങ്കളുടെ ആവശ്യമെങ്കിൽ താങ്കൾ അസാധ്യമായ കാര്യം ആവശ്യപ്പെടുകയല്ലേ എന്ന് ചോദിച്ചു. ഹനുമാൻ പറഞ്ഞു, രാമനാമം അടങ്ങിയിട്ടില്ലെങ്കിൽ ആ വസ്തു കൊണ്ട് എന്താണ് നന്മ, എന്താണ് ലാഭം? എനിക്കത്തരം സാധനങ്ങൾ ആവശ്യമേ ഇല്ല. അങ്ങനെ മഹാശക്തനായ ആ വീരൻ ഹനുമാൻ രാജാവിന്റെ വാദം നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു. രാജാവ് വിട്ടില്ല. എന്നിട്ടും തന്റെ എതിർപ്പ് തുടർന്നു. അദ്ദേഹം പറഞ്ഞു, രാമനാമം ഉള്ളിലില്ലാത്ത ഒന്നും തന്നെ താങ്കൾ ധരിക്കേണ്ടതില്ല. അത് ശരി. താങ്കൾ താങ്കളുടെ ശരീരം വഹിക്കുന്നു, അത് പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകുന്നു. അതിൽ രാമനാമമുണ്ടെന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തരികയെന്ന് പറഞ്ഞു. ഹനുമാൻ ഉച്ചത്തിൽ ഒരു പൊട്ടിച്ചിരിക്കലാണ് അതിന് ഉത്തരം പറഞ്ഞത്. ചിരിച്ചും കൊണ്ട് പറഞ്ഞു, ഞാൻ തെളിയിക്കാം, കണ്ടോളൂ. അദ്ദേഹം കൈത്തണ്ടയിൽ നിന്നും ചെറിയൊരു രോമം പറിച്ചെടുത്ത് രാജാവിന്റെ കാതിന് വളരെ അടുത്ത് പിടിച്ചു. ആ രോമം ഉണ്ടെങ്കിലോ, ആ രോമം രാമ 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 എന്ന് ഉച്ചരിക്കുന്നത് രാജാവിന് കേൾക്കാമായിരുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതാധീനനായി. അദ്ദേഹം ഹനുമാന്റെ പാദങ്ങളിൽ വീണ് മാപ്പിനെ അപേക്ഷിച്ചു. ഇമാതിരി വിഡ്ഢിത്തം ഞാൻ ചോദിച്ചതിന് ക്ഷമിക്കണേന്ന്. രാമൻ ഹനുമാനെ അടുത്ത് വെച്ച് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചു. രാമൻ ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ, ഈ സന്ദർഭത്തിൽ ഞാൻ നിനക്ക് എന്താണ് നൽകേണ്ടത്? അത് പറഞ്ഞാൽ മതി. നിനക്ക് നൽകാൻ അർഹമായ സമ്മാനങ്ങൾ എന്റെ വശമില്ല. സമ്മാനം എന്ന നിലയിൽ എന്നെ തന്നെയാണ് ഞാൻ നിനക്ക് നൽകുന്നത്, പോരെ? അനന്തരം തന്നെ കെട്ടിപ്പിടിക്കാൻ രാമൻ ഹനുമാനെ അനുവദിച്ചു. കാരുണ്യത്തിന്റെ അതുല്യമായ രംഗം കണ്ട് സദസ് ജയ 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 എന്നുള്ള ശബ്ദം മുഴക്കി. അവർ ഹനുമാനെ പുകഴ്ത്തി. സർവ്വലോകങ്ങളിലും അദ്ദേഹത്തിന് തുല്യമായി ആരുമില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു.
അവർ ഹനുമാന്റെ ഭക്തിയെയും അർപ്പണ സ്വഭാവത്തെയും പ്രകീർത്തിച്ചു. അനന്തരം രാമൻ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി പുറത്തേക്ക് പോയി. അവിടെ വലിയൊരു ജനാവലി രാമന്റെ ദർശനത്തിന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ സുന്ദരവും ഗാംഭീര്യവുമായ സ്വരൂപത്തിന്റെ ദിവ്യമായ ദർശനം രാമൻ അവർക്ക് നൽകി. ഈ ദർശനം നൽകിയ ആനന്ദത്തിൽ ഇതുവരെയില്ലാത്ത വിധം അവർ പുളകിതഗാത്രരായി എന്നല്ലേ പറയണ്ടു. നഗരത്തിലുള്ളവർക്കെല്ലാം ഉത്സാഹപൂർണമായ സ്വീകരണം നൽകപ്പെട്ടു. വിഭവസമൃദ്ധമായ സദ്യയും ആഡംബര സമന്വിതം സുഖസമ്പൂർണവുമായ സങ്കേതങ്ങളും കൊടുക്കുകയുണ്ടായി. സ്വർണം, പണം, വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രങ്ങൾ, വീടുകൾ, മറ്റ് മനോജ്ഞ വസ്തുക്കളെല്ലാം ധാരാളമായി വിതരണം ചെയ്യാനുള്ള ഏർപ്പാടുകളും ചെയ്തു. ഈ പ്രവർത്തനങ്ങളുടെ പ്രൗഢിയും വൈപുല്യവും കണ്ട് വിഭീഷണനും വാനരവീരന്മാരും അത്ഭുത സ്തബ്ധരായി. അവർ അത്യാഹ്ലാദത്തോടുകൂടി രാവും പകലും രാമനെ സേവിച്ചുകൊണ്ട് 6 മാസക്കാലം തലസ്ഥാന നഗരിയിൽ താമസിച്ചു. അവർക്ക് 6 മാസം 1 മാസമായിട്ടേ തോന്നിയുള്ളൂ. ഇത്രയും കാലത്തിനിടക്ക് അവർക്ക് സ്വന്തം വീടുകളുടെയോ കുടുംബങ്ങളുടെയോ രാജ്യങ്ങളുടെയോ ഒരു ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. അവസാനം രാമൻ തന്നെ അനുഗമിച്ചിരുന്ന കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും ആസ്ഥാന മണ്ഡപത്തിലേക്ക് വിളിച്ചു വരുത്തി യഥാസ്ഥാനം ഇരുത്തി. അനന്തരം മൃദുവും മധുരവുമായ രീതിയിൽ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ശ്രീരാമചന്ദ്രൻ ആദ്യത്തെ പ്രസംഗം സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള: സുഹൃത്തുക്കളെ, എനിക്ക് വേണ്ടി നിങ്ങളെല്ലാം വളരെ പ്രയത്നിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെ വെറുതെ സ്തുതിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എത്ര ക്ലേശങ്ങൾ എനിക്ക് വേണ്ടി സഹിച്ചു. സ്വന്തം വീടുകളെ വിട്ട് ഭാര്യയെയും സന്താനങ്ങളെയും കുറിച്ച് അസ്വസ്ഥതപ്പെടാതെ, വസ്തുവകകളിലും സുഖസൗകര്യങ്ങളിലും താല്പര്യമില്ലാതെ എനിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു. നിങ്ങളിൽ കവിഞ്ഞ് എനിക്ക് വേറെ സ്നേഹിതന്മാരേയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായ സ്നേഹവും കാരുണ്യവും ഉണ്ട്. എന്റെ മാതാപിതാക്കന്മാരെക്കാൾ, എന്റെ സീതയേക്കാൾ പോലും നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാകും. ഇതാണ് എന്റെ ഉറച്ച അഭിപ്രായം. ഇനി നിങ്ങൾ സ്വന്തം ഭവനങ്ങളിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കൂ. എന്നെ സേവിക്കൂ. നിങ്ങളുടെ ഗൃഹങ്ങളിൽ നിങ്ങളുടെ സമീപത്തും പിമ്പിലും മുമ്പിലും എപ്പോഴും എന്നെ കാണാനുള്ള അനുഗ്രഹം ഞാൻ നൽകുന്നതാണ്. എന്റെ കാരുണ്യം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാവുന്ന ഇവരോടൊക്കെ പറഞ്ഞു. അപ്പോഴോ രാമദേവന്റെ കരുണയും പ്രേമവും നിറഞ്ഞ വാക്കുകൾ അവർ ശ്രദ്ധിച്ചു. അവർ കൃതജ്ഞതയ്ക്കും ആനന്ദത്തിനും അധീനരായി. തങ്ങളെയും തങ്ങളുടെ പരിസരങ്ങളെയും അവർ വിസ്മരിച്ചു. രാമന്റെ മുഖത്തു നിന്നും അവർ കണ്ണെടുത്തതേയില്ല. നോക്കിയാൽ മതിയാവണ്ടേ? നല്ല കണ്ണെടുക്കല് ആവുന്നില്ല. ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. ഒന്നും തന്നെ മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തെങ്കിലും പറയാൻ അവരുടെ നാവ് അശക്തമായിരുന്നു. അനന്തരം രാമാജ്ഞനുസരിച്ച് പരിചാരകന്മാർ ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവ സംഘങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനും യഥോചിതം ധരിക്കുവാൻ അവരെ സഹായിക്കുന്നതിനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും നിയുക്തരായി. വേണ്ട പോലെ കൊടുക്ക്, അവരതൊക്കെ അണിയിക്കെന്നും പറഞ്ഞു. വിഭീഷണനെയും വാനന്മാരെയും പുതുവസ്ത്രങ്ങൾ അണിയുന്നതിൽ അവർ സഹായിച്ചു. അവ ധരിച്ചതോടുകൂടി അവർ പൂർവാധികം സൗന്ദര്യമുള്ളവരും ശോഭയുള്ളവരുമായി കാണപ്പെട്ടു. പക്ഷേ അതുകൊണ്ടൊന്നും വാനന്മാർക്ക് യാതൊരു ഭാവഭേദവും വന്നില്ല. തങ്ങളുടെ ആരാധനാമൂർത്തിയായ രാമന്റെ പാദങ്ങളിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഇളകാതെറിച്ചുവായി അവർ നിലകൊണ്ടു. അവർക്ക് ആ പാദം കണ്ടോട് നിന്നാ മതി. പിന്നെ തലകുനിച്ച് ആ സുന്ദര ചരണങ്ങളിൽ നമസ്കരിച്ചു. രാമൻ അവരെ ശാന്തമായി എഴുന്നേൽപ്പിച്ച് വളരെ വാത്സല്യത്തോടുകൂടി ആശ്ലേഷിച്ചു. യാത്ര പറഞ്ഞിറങ്ങുന്ന വാനന്മാരോടും മറ്റുള്ളവരോടും രാമൻ പറഞ്ഞു: കുട്ടികളെ, ഏതാണ്ട് എനിക്കുള്ളതുപോലെ തന്നെ ശക്തികളും സിദ്ധികളും നിങ്ങൾക്കുണ്ടാകുന്ന വിധം മോക്ഷത്തിന്റെ സാരൂപ്യാവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. സ്വന്തം രൂപം തിരികെ ചെന്ന് നിങ്ങൾ സമർപ്പിതമായ കൃത്യങ്ങളെല്ലാം വിജയപൂർവ്വം അനുഷ്ഠിക്കുകയും നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. രാജ്യത്തെയും ജനങ്ങളെയും ഭംഗിയായി ഭരിക്കുകയും സമാധാനവും ക്ഷേമവും അനുഭവിക്കുകയും ചെയ്യുക. രാമൻ അവർക്ക് അമൂല്യങ്ങളായ പല ഉപദേശങ്ങളും നൽകി അവരെ പോകാൻ അനുവദിച്ചു. വാനന്മാരുടെയും മറ്റുള്ളവരുടെയും ഭക്തി കണ്ട് ഭരതനും ശത്രുഘ്നനും അവർ മനസ്സാ ബഹുമാനിച്ചു. രാമാജ്ഞപ്രകാരം ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും നഗരത്തിന്റെ വെളിയിൽ വരെ അവരോടൊന്നിച്ചു പോയി. അത് അങ്ങനെ സമ്പ്രദായം. അത് വേണ്ടുന്നതാണ്. നമ്മുടെ ഭാരതീയ പൈതൃകം വിളിച്ചു പറയുന്നതാണ് അത്. തങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരുന്ന രഥങ്ങളിൽ കയറിയിരുന്നിട്ടും വാനന്മാർ സസ്നേഹം തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. കാരണം രാമനെ വിട്ടു പിരിയേണ്ടി വന്നതോർത്ത് കണ്ണുനീർ പൊഴിച്ചു.
ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നയുടെ ഹൃദയവേദന മുഖത്ത് പ്രകടമായത് കണ്ടു. ആ കാഴ്ച അവർക്ക് സഹിക്കാൻ പ്രയാസമായി. ആ ബാഷ്പപ്രവാഹത്തിന്റെയും ആ ശോകപൂർണമായ വീക്ഷണങ്ങളുടെയും അർത്ഥം അവർക്കറിയാമായിരുന്നു. ആ ഭക്തന്മാരുടെ ഹൃദയപൂർവമായ സമർപ്പണഭാവത്തെ അവർ വളരെയേറെ പ്രശംസിച്ചു. രാമസഹോദരന്മാർ നദീതീരം വരെ അവരനുഗമിച്ചു. പിന്നീട് നദീതരണത്തിനുള്ള ഏർപ്പാടുകളുടെ മേൽനോട്ടം വഹിച്ചു. അനന്തരം അവർ അയോധ്യയിലേക്ക് തിരിച്ചു പോന്നു. ഹനുമാനും അവരോടൊപ്പം മടങ്ങി. ഏതാണ്ട് 10 ദിവസം കൂടി അവിടെ തങ്ങാൻ തന്നെ അനുവദിക്കണമെന്ന് അദ്ദേഹം തന്റെ രാജാവായ സുഗ്രീവനോട് അപേക്ഷിക്കുകയും ഹനുമാൻ കുറച്ചു കൊണ്ടൊന്നും തരാമോ, അതിനുശേഷം തിരിച്ചു ചെല്ലാമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിരഹവേദന സഹിക്കാൻ കഴിയുന്നില്ല. ഈ അഭ്യർത്ഥന അനുവദിക്കുന്നതിൽ സുഗ്രീവൻ സന്തുഷ്ടനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ മനസ്സിലായിട്ടും ഹനുമാൻ ലക്ഷ്മണനോടും ബാക്കിയുള്ളവരോടും ഒപ്പം രാമസമീപത്തേക്ക് തിരികെ പോയി. പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, വരണ്ടേന്നല്ല. അതൊന്നും ഹനുമാൻ ചെവിക്കൊണ്ടില്ല. ഒരു ദിവസം രാമൻ സഹോദരന്മാരോടും പ്രിയങ്കരനായ ഹനുമാനോടും ഒന്നിച്ച് കുറെ സമയം ചുറ്റി നടക്കുന്നതിന് ഒരു ഉദ്യാനത്തിലേക്ക് പോയി. പുഷ്പഫല സമ്പൂർണമായിരുന്ന ആ സ്ഥലം. രാമൻ അവിടെ ഉണ്ടായിരുന്ന ഒരാസനത്തിൽ ഇരുന്നു. സഹോദരന്മാർ ഇരുവശത്തും ആസനസ്ഥരായി. പലതും ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും സഹോദരന്മാർ മടിക്കുന്നതായി കാണപ്പെട്ടു. അവർ ഹനുമാനെ നോക്കി തങ്ങളുടെ വികാരങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. ഹനുമാൻ ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ രാമൻ സന്തോഷപൂർവ്വം മറുപടി പറയുമെന്ന് അവർക്കറിയാമായിരുന്നു. സർവവ്യാപിയായ രാമൻ ഈ അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, ഹനുമാൻ, എന്താണ് നിനക്കറിയേണ്ടത്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഹനുമാൻ മറുപടി പറഞ്ഞു, ഓ സാധു സംരക്ഷക, ഭരതന് അങ്ങയുടെ ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സംശയഗ്രസ്തനാണ്, ഭീതി ബോധം കൊണ്ട് വിഷണ്ണനുമാണ്. രാമന്റെ ചോദ്യത്തിന് പരുക്കൻ രീതിയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത് കൊണ്ടും സംസാരിക്കാൻ തന്നെ ആജ്ഞാപിതനാകയാലുള്ള കൃതജ്ഞത കൊണ്ടും ഹനുമാൻ കൈകൂപ്പി രാമന്റെ കാൽക്കൽ വീണു. ഹനുമാൻ അങ്ങനെ രാമന്റെ പ്രഭുവിനെ നമസ്കരിക്കട്ടെ. നമുക്ക് ബാക്കി ഭാഗം എന്തൊക്കെയാണ് പറയാൻ ചോദിക്കാനുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് നാളെ അറിയാം. അതല്ല നല്ലത്. ഇന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ശ്രീരാമേന്ദ്ര പ്രഭുവിന്റെയും എന്റെ പൊന്നുണ്ണിക്കണ്ണന്റെയും പ്രഭാതപത്മങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്രയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാമോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം.